ഹായ് ഗൈസ്, എല്ലാവർക്കും കളേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ചെടി നടുന്ന ഇതായിട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇത് 3 ചെടിയുണ്ട്. ഇത് ഞാനൊരിടയ്ക്ക് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇതും ഇന്ന് നടണം. ഈ കുഞ്ഞി ചട്ടിയിലാണ് നടുന്നത്. പിന്നെ 2 വെറൈറ്റി ബൊഗെയിൻവില്ല വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് വെരിഗേറ്റഡ് ആണ്, ഒന്ന് നോർമലുമാണ്. അപ്പോൾ ഹൈബ്രിഡ് വാങ്ങിച്ചിട്ടില്ല, നമ്മളിപ്പോൾ ഈ നോർമലാണ് വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചെടി കുഴിച്ചിടുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഉണങ്ങിയ വാഴയിലയാണ് വേണ്ടത്. പിന്നെ മണ്ണ് ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അധികം വളമൊന്നും ഇട്ടിട്ടില്ല, ചാണകം അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ഒരു വളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ബൊഗെയിൻവില്ലയും ഈ കുഞ്ഞി ചെടിയാണ്. അപ്പോൾ ഈ കുഞ്ഞി ചെടി നടുന്നത് ഈ ചട്ടിയിലാണ്. ഈ ചട്ടിയിൽ മുന്നേ ചെടി നട്ടതാണ്. അത് വേറെ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ട് വലുതായിക്കായിരുന്നു ആ ചെടി. അപ്പോൾ മാറ്റി നട്ടിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഹോൾസ് ഇടേണ്ടതാണ്. അപ്പോൾ ഞാനിത് മുന്നേ ഈ ഹോൾസ് എല്ലാം ഇട്ടതായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് കുറച്ച് അടുത്തേക്കാക്കാം. ചെടി കുറച്ച് ദൂരേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ഇതിൽ തട്ടിപ്പോവും. വളം ഞാൻ ഈ വളമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയ ഇങ്ങനത്തെ വളമാണ്. അപ്പോൾ നിങ്ങളെ ഭാഗത്ത് കിട്ടിയ വളം നിങ്ങൾ എടുക്കുന്ന സാധാരണ എടുത്ത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയ വളങ്ങൾ എടുക്കുക. ഞാൻ മണ്ണ് കുത്തിയിടാനൊരു സാധനം എടുത്ത് വെക്കുന്നതേനു, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല. ഞാൻ അതൊന്നും എടുത്തിട്ട് വരാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ച് കോരിയിടാം. അപ്പം നിങ്ങളിങ്ങനെ എന്തെങ്കിലും ടൂൾ എടുക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കലബലയാക്കുന്ന ഇവരാണ്. അപ്പോൾ നോയ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. സോറി, ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതാക്കാനാവില്ല. സൗണ്ട് എടുക്കരുതെന്ന് ഇതിനോടൊന്ന് പറഞ്ഞുകൂടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ച് വാഴയില ചുരുട്ടി അടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിലേക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ വാഴയില കുറേ കാലം കഴിഞ്ഞാൽ മണ്ണായിട്ട് ലയിച്ചിട്ട് കമ്പോസ്റ്റായിട്ട് മാറും. അപ്പോൾ ഈ മണ്ണിൽ വളം വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തുനിന്ന് തന്നെ എടുത്തതാണ് വാഴയില കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെങ്ങനെയാണോ കോട്ടിങ് മിക്സ് ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്നിട്ട് കുറച്ച് മണ്ണ്, ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് നല്ല നനവുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള മണ്ണ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അപ്പം ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായി ഒന്ന് മൂടുന്ന പോലെ. എന്നിട്ട് നമ്മൾ കുറച്ച് വളം കുറച്ചാണുള്ളൂ. അപ്പോൾ തീർന്നു പോയത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. കാരണം ബാക്കി കുറേ ഉള്ളതായിരുന്നു. അത് ചിലപ്പോൾ എൻ്റെ അച്ഛനാറ്റ എടുത്തിട്ടുണ്ടാവും, പറഞ്ഞുകൂടല്ലോ. അപ്പോൾ വളം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂണിലാണ് ഇത് ഇടുന്നത്. എനിക്കത്ര വലിയ അളവൊന്നും അറിയില്ല. ഞാൻ ഈ വളം ഇടുന്നത് എനിക്ക് പ്രത്യേകിച്ചൊരു ഇല്ല.
അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നത് കൊണ്ടും ഫ്രെയിം എനിക്ക് നോക്കാനാകുന്നില്ല, കാരണം നടുവെല്ലാം വേണ്ടേ. അപ്പോൾ കുറച്ച് വളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനാവും ഏകദേശം ആ മണ്ണിൻ്റെയും അതിൻ്റെയും കളർ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് വളം ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒരു ചെടി മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം. കത്രിക എടുത്തിട്ട് മുറിച്ച് കൊടുക്കുക, എന്നിട്ട് വെക്കാം. ഈ മണ്ണ് തികയോന്ന് അറിഞ്ഞൂടാ, 2 ചട്ടികൾക്ക് തികയായിരിക്കും. കാരണം ഞാൻ മുന്നേ ഒരു ചട്ടി എടുത്തതിനും ഞാനപ്പോൾ ഈ ഒരു ചെടി മുറിച്ച് ഞാൻ ഒന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുക, കാരണം എനിക്ക് രണ്ടും കൂടി മാനേജ് ആവില്ല. അപ്പം ഞാൻ നോക്കട്ടെ. ഈ ഗ്രോ ബാഗിലുള്ള മണ്ണ് ഭയങ്കര ലൂസ് മണ്ണായിരുന്നു. പിന്നെ ഈ ബൊഗെയിൻവില്ലേൻ്റെ ഒരു വേര് പോലും പൊട്ടിയാൽ പിന്നെ നമ്മൾ തണലത്ത് വെക്കണം. നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആയാലും ശരി കുറച്ച് 1-2 ദിവസം നിങ്ങൾ തണലത്ത് വെക്കണം, കാരണം നമ്മളെ ചെടി ഒന്ന് റെഡി ആവണം. അപ്പം ഞാൻ ബാക്കി ഇതിൽ മണ്ണിങ്ങനെ നിറച്ച് കൊടുക്കട്ടെ. നമ്മൾ മണ്ണ് അത്യാവശ്യം ലൂസായിട്ടുള്ളതാണ്, പക്ഷെ അവരത്ര ലൂസല്ല, ഒരു സ്റ്റിക്കി ആയിട്ടാണുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കറക്റ്റായിരിക്കാം, എനിക്കത്ര പിടിയില്ല. പിന്നെ ഒന്നാമത് എനിക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാനാവുന്നില്ല, കാരണം ഞാൻ അങ്ങനെ നിൽക്കില്ല. ചെടി നടുമ്പോൾ വീഡിയോ എടുക്കൽ എന്നാലും എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഇതായി വരുന്നത് കൊണ്ടും എൻ്റെ കയ്യിൽ സ്റ്റാൻഡോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്കാണല്ലോ, പക്ഷേ അത് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അത്ര ഒരു ഇതായിട്ട് വരുന്നില്ല. എന്തായാലും ശരി, നമ്മളൊരിതിൽ പിടിച്ച് നിൽക്കണ്ട. അപ്പോൾ എനിക്കൊരിതിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫ്രെയിം എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവും, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, സോറിയേ. അപ്പോൾ ഒന്ന് നമ്മളങ്ങനെ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചട്ടിയിലേക്ക് നമുക്ക് ചെടി പോട്ടുണ്ട്. ഞാൻ ഇനി കാർപോഷ് തന്നെയാണ് വെക്കുന്നത്, കാരണം ബാക്കി കുറേയുള്ള വാഴയില ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില നിറയ്ക്കുമ്പോൾ ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല, അപ്പോൾ വെയിറ്റ് ലാഭം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടി എടുത്ത് ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുന്നതാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ വെയിറ്റിൽ നിന്ന് ഇതാവും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ വാഴയില കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചട്ടിയിൽ കുറച്ച് വെച്ചത്. നിങ്ങൾക്ക് അനുസരിച്ച് നിൽക്കും, എൻ്റെ എടുക്കാനുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ചെന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് എടുക്കാൻ ആവില്ല, അതുകൊണ്ട് എന്നാണ്. അപ്പോൾ ഒരു ഇത്തിരി മണ്ണ് ഇട്ട് കൊടുക്കാതെ അധികം ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ചട്ടിയിൽ മണ്ണ് നിറക്കാനില്ല, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കുറച്ച് വളവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആണ് നമ്മൾ അപ്പോൾ മണ്ണോട്ട് വളം ഇട്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ചെടി കട്ട് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് അപ്പം ഞാനിതും അങ്ങനെ നട്ടു, അധികം കാണിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നട്ടു. പിന്നെ ഇതിൻ്റെ കുറേ വേര് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് രണ്ടും ഞാൻ എന്തായാലും തണലത്ത് വെക്കും, കാരണം നമ്മൾ അറിയാണ്ട് വല്ലതും പൊട്ടിപ്പോയി. ബാക്കി കുറേ പൊട്ടിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചട്ടിയിലേക്ക് നിറക്കാം. സമയം കളയുന്നില്ല.
ഇതിലും കുറച്ച് വാഴയില ഇട്ടാൽ കറക്റ്റ് മണ്ണുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ചട്ടിയിൽ കുറച്ച് മണ്ണ് വേണ്ടു. മണ്ണ് പിന്നെ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാതെ. ഇതാണ് തൈയായിട്ടല്ല നമ്മൾ എടുത്തത്. അതുകൊണ്ട് മണ്ണിപ്പം മറയുമായിരുന്നു. ഭാഗ്യത്തിന് മറയില്ല. അപ്പോൾ കുറച്ച് വാഴ ഇടാം. കുറച്ച് വാഴ ഇനി നമ്മൾ വെക്കാം. ചെടി നട്ടിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇനി ഇതിനെ കൊണ്ട് വീഡിയോ ഇടാമെന്ന് വെച്ചു. അപ്പോൾ